ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുവാനും കേൾപ്പിക്കപ്പെടുവാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾ അനുഗ്രഹീതമാണ്. എന്നാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി തീരേണ്ടതും വളരെ ആവശ്യമാണല്ലോ. അതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. വളരെ പരിചയമുള്ള ഒരു വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം, 1 Samuel chapter 17 verse 16. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലെ വിഷയങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. അതിന്റെ പശ്ചാത്തലമൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ വായിച്ച് കേട്ടതായിട്ടുള്ള ഭാഗത്ത് നമ്മുടെ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്കറിയാം, ഇസ്രായേൽ നിരയുടെ മുൻപാകെ വെല്ലുവിളിയുമായിട്ട് ഫെലിസ്ത്യനായിട്ടിരിക്കുന്ന ഒരു മല്ലൻ കടന്നു വരുന്നതായിട്ടുള്ള കാര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഫെലിസ്ത്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ടും വെല്ലുവിളിയുമായിട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ, ഇസ്രായേൽ നിരയുടെ മുൻപാകെ കടന്നു വരികയാണ്. ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ രാവിലെയും വൈകിട്ടും എന്നുള്ളത് വളരെ അത് ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകളാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ സാധാരണയെന്ന് തോന്നാമെങ്കിലും വളരെ പ്രത്യേകതയുള്ള, വളരെ ഗൗരവമേറിയിട്ടുള്ള 2 സമയങ്ങളാണ് രാവിലെയും വൈകിട്ടും എന്നുള്ളത്. നമുക്കറിയാം, നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ഓർക്കുന്നത് ദൈവത്തിന്റെ ദയ കണ്ടുകൊണ്ടാണ് നാം ഉണരുന്നത് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അവന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്, അത് തീർന്നു പോകാത്തതാണ്, അത് ദീർഘമായിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ദയ കണ്ട് ഉണരുന്നതായിട്ടുള്ള വ്യക്തി ജീവിതം പിന്നീട് ഒരു പകൽക്കാലം ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയും പരിപാലനവും അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. വീണ്ടും അടുത്തൊരു സമയം കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം കടന്നു വരികയാണ്. പകലിലെ എല്ലാ ബദ്ധപ്പാടുകളും അതുപോലെ ദൈവം നടത്തിയ വിധങ്ങളുമെല്ലാം ഓർത്തുകൊണ്ട് വൈകുന്നേരം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ജീവിതത്തെ വിലയിരുത്തുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമയം. സർവ്വസാധാരണമെന്ന് തോന്നുമെങ്കിലും രാവിലെയും വൈകിട്ടും എന്നുള്ളത് വളരെ വിലപ്പെട്ട 2 സമയങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, രാത്രി തോറും അവന്റെ വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കുന്നത് നല്ലത്. ഏതൊരു ജീവിതവും ഈ 2 സമയത്തിനും വളരെ പ്രാധാന്യം നൽകി അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള വില കൊടുക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വളരെ ആവശ്യമായിട്ടുള്ളതാണ്. ഏതൊരു മനുഷ്യനോടുള്ള ബന്ധത്തിലും അതങ്ങനെ തന്നെയാണ്. കാരണം അവന്റെ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ പുതിയ തീരുമാനങ്ങൾ ആ ദിവസത്തിൽ അവൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളുടേതായിട്ടുള്ള ലിസ്റ്റുകളുമായിട്ട് അവൻ മുൻപോട്ട് പോകുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് സമസ്യകൾ വന്നു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനതെങ്ങനെ നിർവഹിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് വൈകിട്ട് സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നാം പകലിലെ ബദ്ധപ്പാടുകൾ കഴിഞ്ഞു, ഇനി ശാന്തമായിട്ട് വിശ്രമിക്കണം. ആ സമയത്ത്
നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നാലോ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പകലിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വെല്ലുവിളികളാണ്, വൈകിട്ട് വരുമ്പോഴും വെല്ലുവിളികളാണ്. എങ്കിൽ അവന്റെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷവും സമാധാനവും ഉണ്ടാകും? രാത്രിയിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എങ്ങനെ സാധിക്കും? ദൈവമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങി, നീ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നുവിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഭരമേൽപ്പിച്ച് ആ വിശ്രമത്തിലേക്ക് പോകുന്ന ഒരുവൻ ദൈവത്തിന്റെ ദയയാൽ അവൻ വീണ്ടും ഒരു പ്രഭാതത്തിൽ ഉണരുകയാണ്. നാം ഇന്ന് രാവിലെ കാലം അത് ഓർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാവിലെ ഉണർന്നപ്പോൾ ദൈവത്തിന്റെ ദയ കണ്ടാണ് നാം ഉണർന്നത്. കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിച്ചപ്പോൾ ഈ പ്രഭാതത്തിൽ ഉണരുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എത്രയോ ആ നിലയിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ഭരമേൽപ്പിച്ചിട്ട് നാം വിശ്രമിച്ചപ്പോൾ നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം തന്നു. പ്രഭാതത്തിൽ ക്ഷേമത്തോടുകൂടെ ദൈവത്തിന്റെ ദയ കണ്ടുണരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ സംഭവ പശ്ചാത്തലത്തിൽ ഇവിടെ നോക്കുക, അവിടെ ഇസ്രായേൽ നിരയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുവാനായിട്ട് ഫെലിസ്ത്യരായിട്ടുള്ള ആളുകൾ, അവരുടെ ഫെലിസ്ത്യ സൈന്യം വന്നിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ നിന്നൊരു മല്ലൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവനെക്കുറിച്ച് അവൻ വളരെ അതികായനാണ്, അവൻ വളരെ യോദ്ധാവാണ്, അവൻ ബാല്യം മുതൽ യോദ്ധാവെന്ന് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സാമർഥ്യമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇസ്രായേൽ നിരയുടെ നേരെ വെല്ലുവിളികളുമായിട്ട് കടന്നു വരികയാണ്. ഇവിടെ ഇസ്രായേൽ നിര എത്ര ദിവസമാണ് അവിടെ രേഖപ്പെടുത്തിയത് അനുസരിച്ച് 40 ദിവസം രാവിലെയും വൈകിട്ടും മുടങ്ങാതെ, ഒരു ദിവസവും പോലും മുടക്കമില്ല. നോക്കുക, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, അനേക ദിവസങ്ങൾ, 40 ദിവസങ്ങൾ ഈ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടുപോകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് പ്രശ്നമുഖരിതമാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നിനുമേതെ ഒന്നായിട്ട് ഓരോരോ സമയങ്ങളിലായിട്ട് കടന്നു വരുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയിരിക്കും? എന്നാൽ ഒരു ദൈവ പൈതലിനെ കുറിച്ച് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. എത്ര വെല്ലുവിളികൾ നേരിട്ടാലും എന്തു തന്നെ വന്നാലും അവനെ കടാക്ഷിക്കുന്ന ഒരു സമയം വരുമെന്നുള്ളത് ഈ ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വിഷയമാണ്. ഇവിടെയും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സംഭവ പശ്ചാത്തലത്തിൽ 40 ദിവസം അവർ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും 41-ാം ദിവസം അവരുടെ ജീവിതത്തിലെ വിജയത്തിന്റെ ദിവസമാക്കി തീർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഓർക്കുക, നാം ഓരോ ദിവസവും നാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി നാം വൈകിട്ട് കിടക്കപ്പായലേക്ക് പോകുമ്പോൾ ഓർക്കുക, ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്, ഞാൻ എന്താണ് ഇന്ന് നേടിയത്, എന്റെ ജീവിതത്തിൽ എന്ത് പിഴവുകളാണ് സംഭവിച്ചു പോയത്. ഈ 3 കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും ഒരുപോലെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ക്രമീകരിക്കുകയും ചെയ്താൽ വിജയത്തിന്റെ പാന്താവിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ അനേക പ്രതീക്ഷകളുമായിട്ടാണ് അവൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ഇന്നൊക്കെ ചെയ്യും, എനിക്ക് ഇന്നൊക്കെ നേടണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. പക്ഷേ അതിന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവകൃപയിൽ ആശ്രയിക്കുവാനായിട്ട് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് വൈകിട്ട് ആ ശാന്തതയുടേതായിട്ടുള്ള ആ മൃദുല വെളിച്ചമായിട്ട് ആ സായാഹ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് ഒരു കാര്യം ചിന്തിക്കണം. നീ എന്നെ ഈ പകലിൽ എന്നെ സൂക്ഷിച്ചു, നീ എന്നെ പരിപാലിച്ചു, നിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. അവന് നന്ദി പറഞ്ഞുകൊണ്ട്
വിശ്രമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവന് സമാധാനത്തോടെ വിശ്രമിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ നിലയിൽ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു ജീവിതം, മനുഷ്യന്റെ ജീവിതം സന്തുലിതാവസ്ഥയിലേക്ക് എത്തുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നാം അത് മനസ്സിലാക്കണം. അങ്ങനെ രാവിലെയും വൈകിട്ടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി തീർന്ന് അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള മഹത്വവും മൂല്യവും കൊടുത്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രയും അർത്ഥവത്തായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബൈബിൾ സംബന്ധമായിട്ട് വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ രാവിലെയും വൈകിട്ടും വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 5:3 നാം ഇപ്രകാരം വായിക്കുന്നു. അവിടെ എന്താണ് വായിക്കുന്നത്? യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. രാവിലെ എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആ അപേക്ഷയുമായിട്ടിരിക്കുമ്പോൾ തന്നെ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, രാവിലെ ഞാൻ നിനക്കായിട്ട് ഒരുക്കിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിട്ട് അവൻ തീരുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നാം ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ നാം ദൈവസന്നിധിയിൽ എത്രയും സമയം ചെലവഴിച്ചു? കർത്താവിനെ എന്റെ ദൈവത്തോട് ആ നിലയിൽ അപേക്ഷിച്ച എത്ര പേർ ഇന്നിവിടെ ഇരിപ്പുണ്ടോ? ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. കർത്താവെ, നീ എന്നെ സൂക്ഷിക്കണം, നീ നിന്റെ ഹിതം എന്നിൽ പ്രവർത്തിക്കണമെന്ന് സമർപ്പിക്കപ്പെട്ട ജീവിതവുമായിട്ട് കടന്നു വന്ന എത്ര പേർ ഇവിടെയുണ്ട്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരുപോലെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. രാവിലെ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സമയം കൊടുക്കണം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇന്നെല്ലാം നാം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താണ് നോക്കുന്നത്? ആദ്യം എടുത്ത് മൊബൈൽ നോക്കും. വല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ, എന്താ വാർത്തകളുണ്ടോ? ആരും കുറ്റം പറയുന്നില്ല, സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണുന്ന കഴിയുന്ന കാര്യമാണ്. എന്നാൽ നാം ആദ്യം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ എത്ര പേരെന്ന് നമുക്ക് പറയാൻ കഴിയും ഞാൻ അങ്ങനെയാ ചെയ്യുന്നതെന്ന്? വാസ്തവമായിട്ടും ദൈവവചന പ്രകാരം അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഉണർന്നിട്ട് പറയുകയാണ്, യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുക. കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്, ചില ആലോചനകൾ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ മാതൃകയാക്കുവാൻ കഴിയേണ്ടതായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നമുക്ക് നിലകൊള്ളുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ അത് സാഫല്യമായി തീരുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മിലേക്ക് പ്രവഹിക്കുവാനായിട്ട്, അത് പ്രവർത്തിച്ചു കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കർത്താവ് അതിന് മാതൃകയാണ്. നമുക്കെല്ലാത്തിനും റോൾ മോഡലായിട്ടുള്ളത് നമ്മുടെ കർത്താവാണ്. അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റും. പക്ഷേ നാം നമ്മുടെ കർത്താവിനെ മാതൃകയാക്കുക. കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവും ഗുരുവും കർത്താവുമായിരിക്കുന്ന യേശു കർത്താവ് അങ്ങനെ ചെയ്തുവെങ്കിൽ നാം എത്രത്തോളം എന്നുള്ളത് നാം നമ്മെ തന്നെ ചിന്തിക്കുക. മർക്കോസ് സുവിശേഷം 1:35 നാം ഇപ്രകാരം വായിച്ചിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ അവൻ പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് വ്യക്തിപരമായിട്ട് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് അതികാലത്ത് എഴുന്നേറ്റ് ഇരുട്ടോടെ അവന് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഏകാന്തതയിൽ പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരുന്നുകൊണ്ട്
സമയം ചെലവഴിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ രാവിലെ സമയം നാം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ വൈകിട്ടത്തെ സമയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നന്ദിയുടെയും ആത്മപരിശോധനയുടെയും ഒരു സമയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സങ്കീർത്തനങ്ങൾ 141 2 വാക്യം. സങ്കീർത്തനങ്ങൾ 141 2 വാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. വൈകിട്ടത്തുള്ള കാര്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമാണ്. ധൂപം സുഗന്ധം ഭവിക്കുന്ന ഒരു ധൂപമായിട്ട് തീരേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ രണ്ടാമത് പറയുന്നതായിട്ടുള്ള കാര്യം, എന്റെ കൈകളെ മലർത്തുമ്പോൾ അത് സന്ധ്യായാഗമായി തീരണം. അതെന്താണ്? കൈകൾ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ പ്രവർത്തികളെയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ എത്രമാത്രം നീതിപൂർണമായിരുന്നു എന്നുള്ളത് നാം ഓരോ ദിവസത്തിന്റെയും വൈകിട്ട് സമയം കടന്നു ചെന്ന് വിലയിരുത്തുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഒരു ധന്യകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന, ഞാൻ പ്രവർത്തിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളുടെയും ലിസ്റ്റ് എടുത്താൽ നമുക്ക് തന്നെ നമ്മോട് വെറുപ്പ് തോന്നും. പ്രിയമുള്ളവരെ, നാം അത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കൈകൾ വെടിപ്പുള്ളതായിട്ട് തീരേണ്ടത് വളരെ ആവശ്യമാണ്. യെശയ്യാപ്രവചനം 33 അധ്യായം അതിന്റെ 15 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ആ കൈക്കൂലി വാങ്ങാതെ ആ കൈ കുടഞ്ഞു കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ പ്രവർത്തികൾ അതെത്രയോ നീതിയായിട്ടിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദിവസവും മുഴുവൻ ദൈവം നൽകിയ ആ കാവലും പരിപാലനത്തെയും നന്മകളെയും ഓർത്ത് നന്ദി പറയേണ്ട സമയമായിട്ട് വൈകിട്ടത്തെ സമയം ചെലവഴിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തിയിട്ട് വേണം വിശ്രമത്തിലേക്ക് പോകുവാൻ. അതാണ് ഓരോ ദൈവ പൈതലിനെ കുറിച്ച് തിരുവചനം നമ്മോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യം എന്താണ്? ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവിടെ രാവിലെയും വൈകിട്ടത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2 ഭക്തന്മാരെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നത് 55 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവരായിരുന്നു. ദൈവസ്വാമിയിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച വ്യക്തി ജീവിതം. മാത്രമല്ല, ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ നിർണായകമായ നിമിഷത്തിലൂടെ കടന്നുപോയ ദാനിയേൽ എന്താണ് ചെയ്തിരുന്നത് അവനെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 6 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 10 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ആ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്ന് ദിവസവും ചെയ്തു വന്നിരുന്നത് പോലെ 3 പ്രാവശ്യവും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പ്രശ്നങ്ങളാണുള്ള പ്രയാസങ്ങളല്ല. ഞാൻ ഇന്ന് വരെ 3 നേരമാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ഇന്നു മുതൽ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് 6 നേരമാക്കാം എന്ന് വിചാരിച്ചില്ല. അവൻ നേരത്തെ ചെയ്തു വന്നത് എങ്ങനെയാണോ, അവൻ ആ പ്രശ്നത്തിലും ചഞ്ചലനായി തീരാതെ അവൻ അതിൽ ദൈവാശ്രയത്തോടുകൂടെ അവൻ അത് തുടർന്നു വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നാം രാവിലെയും വൈകിട്ടത്തെ കാര്യത്തെ പ്രശ്നങ്ങളെ നാം കാണുകയാണ്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? നാം പതറുന്നവരാണോ, നാം തളർന്നു പോകുന്നവരാണോ എന്നുള്ളത് നാം ഒന്ന് നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. രാവിലെ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വൈകിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ടും ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ടും നാം ജീവിക്കുമ്പോൾ, നാം ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
നാം ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ഈ വായിച്ചതായിട്ടുള്ള ഭാഗത്ത് ഇപ്രകാരമാണ് വായിക്കുന്നത്: ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ട് വന്നിരുന്നു. നോക്കുക, പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് ഒരു സമയവുമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസത്തെ നാം ഒന്ന് വിലയിരുത്തുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നാം എന്ത് ചെയ്യും? നാം അതിനെ തരണം ചെയ്യുവാൻ നാം എന്ത് രീതിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഗോലിയാത്ത് എന്ന മല്ലൻ അവൻ രാവിലെയും വൈകിട്ടും വന്ന് ഇസ്രായേല്യരെ നിരയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? കടന്നു വരുമേ, ഞാൻ നിങ്ങളോട് നേരിടാം. വളരെ ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളിയുമായിട്ട് ഈ ഗോലിയാത്ത് കടന്നു വരുമ്പോൾ ഒരു ഭീഷണിയുടെ ശബ്ദമായിട്ട് ഇസ്രായേല്യർ അത് കണ്ട് ഭയത്തോടെ ഇരിക്കുകയാണ്. ഇസ്രായേൽ ആരാ? ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. ദൈവത്തിന് സ്വന്തം ജനമായിട്ടിരിക്കുവാൻ, പ്രത്യേകമായിട്ടുള്ള സമ്പത്തായിട്ടിരിക്കുവാൻ, അവരെ ആ നിലയിൽ വീണ്ടെടുത്ത് അവരെ ആ നിലയിൽ ഒരു ജാതിയായിട്ട് അവരെ സ്വീകരിച്ചതാണ് ദൈവം. എന്നാൽ ആ ജീവനുള്ള ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേല് കേവലം ഫെലിസ്ത്യമല്ലനായിരിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിൽ അവർ ഭയന്ന് വിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാനായിട്ട് പോവുകയാണ്. രാവിലെയും വൈകിട്ടും വരുന്ന വെല്ലുവിളികൾ. ഗോലിയാത്ത് ഒരിക്കൽ മാത്രമല്ല വെല്ലുവിളി നടത്തിയത്. ചിന്തിക്കണം, 40 ദിവസം. ഇസ്രായേലിന് നാം കുറ്റം പറയണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സമയത്തേക്കെങ്കിലും ഒരു വെല്ലുവിളി വന്നാൽ നാം എങ്ങനെയായിരിക്കും? അങ്ങനെ ഇരിക്കെ 40 ദിവസം ഈ വെല്ലുവിളിയുമായിട്ട് കടന്നുവാ, ആരെങ്കിലും ഉണ്ടോ, ധൈര്യമുണ്ടോ, കടന്നു വരുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വെല്ലുവിളി നടത്തുകയാണ്. എങ്ങനെയായിരിക്കും വ്യക്തി ജീവിതം? അവന് സമാധാനത്തോടെ ഇരിക്കുവാനായിട്ട് സാധിക്കുമോ? രാവിലെയും വൈകിട്ടും അവൻ കടന്നു വന്ന് ഈ കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ചില പ്രശ്നങ്ങൾ നമുക്ക് രാവിലെ ആയിരിക്കും നമ്മെ പേടിപ്പിക്കുന്നതായിട്ട് കടന്നു വരുന്നത്. അതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വൈകിട്ട് വന്നാലോ എങ്ങനെയിരിക്കും നമ്മുടെ ജീവിതം? നമുക്കൊരു സ്ഥായിയായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുമായിട്ട് മനുഷ്യൻ ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവനെ സഹായിപ്പാൻ കഴിവുള്ള ഒരേ ഒരു ഇടം അത് ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ. വിശ്വാസ ജീവിതങ്ങളിലും കുറവല്ല കേട്ടോ. അവരുടെയും പ്രശ്നങ്ങൾ നിരവധിയാണ്. ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുന്ന അനേകം വിശ്വാസ ജീവിതങ്ങളുണ്ട്. എന്നാൽ അവർക്കൊക്കെ ആശ്രയമായിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള വാക്കുകളാണ്. ആ ആശ്വസിപ്പിക്കലും സാന്ത്വനപ്പെടുത്തലുമാണ് അവർക്ക് ആശ്വാസമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓർക്കുക, ഇതെല്ലാം കാണുമ്പോൾ ശത്രുവിന്റെ തന്ത്രം ഒന്ന് മാത്രമാണ് ഉള്ളത്, അത് നമ്മെ ഭയപ്പെടുത്തുവാനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഭയം മാറിയവരല്ലേ? നമ്മുടെ ഭയം ദൈവം മാറ്റിയതാണ്. ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയമാണ്. ആ മരണഭയത്തെ നമുക്ക് അതിൽ നിന്ന് നീക്കുപോക്ക് തന്നവൻ, അതിനുവേണ്ടി വലിയ വില കൊടുത്തവൻ, നമ്മുടെ ഈ ലോകത്തിലെ അല്പമായുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവൻ പരിഹാരം വരുത്തുവാനായിട്ട് സർവസന്നദ്ധനാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം നാം ചിന്തിക്കുമ്പോൾ, ഇവിടെ ഒരു ഗോലിയാത്തുണ്ടായിരുന്നു. അവൻ മല്ലനായിരുന്നു. അവനെക്കുറിച്ച് ശൗല് തന്നെ പറയുന്നുണ്ട്, അവൻ ബാല്യം മുതലേ യോദ്ധാവാണെന്ന് പറയുന്നത്. ഇസ്രായേലിയർക്ക് പലർക്കും അങ്ങനെയുള്ള ഒരു പരിചയ സമ്പത്ത് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ശൗൽ അവനെ കുറിച്ച് പറയുന്നത് അവൻ ബാല്യം മുതലേ യോദ്ധാവാണ്. ദാവീദ് ശൗലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, അവൻ ബാല്യം മുതലേ യോദ്ധാവാണ് എന്ന് പറഞ്ഞാൽ അവൻ വലിയ സമ്പന്നനാണ്. അവനെ നേരിടാൻ ആർക്കാർക്കും കഴിയുകയില്ല. അങ്ങനെയുള്ള ആ ഗോലിയാത്ത് ഈ 40 ദിവസം രാവിലെയും വൈകിട്ടും വന്ന് വെല്ലുവിളിക്കുമ്പോൾ
ഇവിടെ 41-ാം ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയാണ്. ഒരു ദാവീദിനെ അവിടെ ഒരുക്കുകയാണ്. ഒരു ഗോലിയാത്ത് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ ഒരു ദാവീദുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ പോകുമ്പോൾ ഇസ്രായേൽ നിരകൾക്കത് യഥാർത്ഥത്തിൽ വിശ്വാസത്തോടെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ദാവീദ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവനെ അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയാണ്. അവിടെ സഹസ്രാധിപന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ സഹോദരന്മാർ അത് കണ്ടു. ഇവൻ എന്താണ് സംസാരിക്കുന്നത്? സഹോദരന്മാർ വന്ന് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്? പടകാന്മാനല്ലേ? നീ അഹങ്കാരിയാണ്. നമുക്ക് കുറച്ച് ആടുള്ളതിനൊക്കെ നീ എവിടെയാണ് വിട്ടേച്ച് പോന്നിരിക്കുന്നത്? നീ നിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. ആ വാക്കാണ് അവിടെ ഇസ്രായേൽ നിരയുടെ ഭയത്തെ നീക്കുവാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അനവധിയായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പേടിക്കേണ്ട. എപ്പോഴും ഇതുപോലെ തുടർന്നു പോകുന്ന കാര്യമല്ല. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും. എന്നാൽ നാം ചെയ്യേണ്ടതൊന്നു മാത്രം ദൈവകൃപയിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരായിത്തീരുക, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിത്തീരുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഗോലിയാത്ത് വളരെ ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. വളരെ ശബ്ദപ്രകാരത്തോടുകൂടെ കടന്നു വരികയാണ്. അവനവന്റെ ശരീരബലത്തിൽ നിന്നുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്നാൽ ദാവീദ് കടന്നു വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അവനവന്റെ ശരീരബലമൊന്നുമല്ല പറഞ്ഞത്. നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ ഇതാ ഒരു 41-ാം ദിവസം ഒറ്റ ദിവസത്തെ വിജയത്തിനായിട്ട് ഇവിടെ ദാവീദ് ഒരുക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെയും വൈകിട്ടും വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അതിനേക്കാൾ മഹത്താണ് എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഗോലിയാത്ത് ചോദിച്ചു, ആരുണ്ട് എന്നെ നേരിടാൻ? ദാവീദ് പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ ഇതാ കടന്നു വരുന്നു എന്ന് പറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം എന്താണ് ചെയ്യേണ്ടത്? നാം എങ്ങനെയായിരിക്കണം? ഇവിടെ ഇസ്രായേൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്നാൽ ഭയന്ന് ജീവിക്കണമോ വിശ്വാസത്തോടെ ജീവിക്കണമെന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഭയന്നിരിക്കണമോ അതോ വിശ്വാസത്തോടെ ജീവിക്കണോ? ദൈവമക്കളെ കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്കൊരു ക്രിസ്തീയ ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വാസത്തിന് അധിഷ്ഠിതമായിരിക്കണം. യേശു കർത്താവിന്റെ അടുക്കൽ കുറെ ആളുകൾ, കുറച്ചുപേർ വന്ന് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് ദൈവം അയച്ചവൻ? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞതാണ് എന്നിൽ വിശ്വസിക്കാന്നാ പറഞ്ഞത്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ വിശ്വസിപ്പേ, അത് തന്നെ കർത്താവ് 14-ാം അധ്യായത്തിൽ യോഹന്നാൻ 14 പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളവരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് കേവലം വാക്കുകളല്ല, വാക്കുകളിലൂടെ കാണേണ്ട കാര്യമല്ല, ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടേണ്ടതായിട്ടുള്ള സത്യങ്ങളാണ്. നിസ്സാരമായ കാര്യങ്ങൾ കടന്നു വരുമ്പോഴും നാം തളർന്നു പോകുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വിലയിരുത്തുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം, സാമൂഹിക പ്രശ്നങ്ങളാകാം. എന്ന് തന്നെ വന്നാലും താളടിയായി പോകുന്ന ഒരവസ്ഥയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നാം ചിന്തിക്കുക, ഞാൻ ഭയത്തോടെ ജീവിക്കണോ അത് വിശ്വാസത്താൽ ജീവിക്കണോ? ഏത് നാം തിരഞ്ഞെടുക്കും? ദൈവവചനം പറയുന്നത് ഈ വിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടും ഭയത്തോടെ കഴിഞ്ഞിരുന്ന ആ ഇസ്രായേൽ നിരയുടെ അടുക്കലേക്ക് വിശ്വാസത്തോടെ ഒരുവൻ കടന്നു വരികയാണ്. ദൈവം അയച്ചിട്ട് ഒരുവൻ കടന്നു വന്നു. അവനാണ് ദാവീദ്. ഒരു ദിവസത്തെ വിശ്വാസം
40 ദിവസത്തെ മാറ്റി 41-ാം ദിവസം വിജയകരമാക്കി തീർത്തത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള ഗോലിയാത്തുകളൊക്കെ കടന്നു വരാം. വിശ്വാസത്തെ നമ്മെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. നീ ഈ വിശ്വാസമൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ ജീവിതം പോക്കാണ് എന്നൊക്കെ നമ്മെ ചിന്തിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെ കടന്നു വന്നേക്കാം. എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എന്റെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ടുള്ള ആ പ്രാണി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിശ്വസിച്ചിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യം. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ ചെങ്കടൽക്കരയിലെത്തിയപ്പോൾ അവർ അവിടെ ആയുധി വിളിക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളിങ്ങ് കൊണ്ടുവന്നത്? അവിടെ എന്താ മിസ്രൈമിൽ ചൗക്കുഴിയില്ലായിരുന്നോ? ഞങ്ങൾ അവിടെ കിടന്ന് മരിച്ചുകൂടായിരുന്നു. എന്തിനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്? ഈ കടലിൽ മുങ്ങി ചാകുവാനാണോ? മോശ ദൈവത്തോട് ചോദിച്ചു, ഈ ജനം എന്റെ മുമ്പായി എങ്ങനെ പല കാര്യം പറഞ്ഞു. മോശയോട് പറഞ്ഞു, നീ ജനത്തോട് പറയുക, ധൈര്യമായിരിക്കുക, മുൻപോട്ട് പോകുക എന്ന് കൽപ്പിക്കുക എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്ര തന്നെ വലിയ തിരമാലകൾ വന്നാലും എന്തു തന്നെ പ്രശ്നങ്ങൾ വന്നാലും നാം താളടിയായി തീർന്നു പോകാതെ വിശ്വാസത്തിൽ ധീരതയോടെ ജീവിക്കുവാനായിട്ട് കഴിയണം. നാം ആൾക്കാരില്ല, നമ്മളൊക്കെ ഒരു ആത്മീയ മല്ലന്മാരാക്കി തീർക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അത് നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ നാം ദൈവത്തിലുള്ള വിശ്വാസം നമ്മോട് കൂടെ ഇരിക്കണം എന്നുള്ളത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ നാം ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ഭാഗത്ത് വായിക്കുന്നത്, ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. എന്താണ് നോക്കുക, അവിടെ നിന്നിട്ട് ആള് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഉള്ള ഘോഷണമൊന്നും അല്ല. അവൻ മുൻപോട്ട് വരുവാൻ അവൻ സന്നദ്ധനാണ്. പ്രിയമുള്ളവരെ, ഓർത്തിരിക്കുക, നാം ഭീരുവായി തീർന്നാൽ നമ്മുടെ എതിരാളി നമ്മുടെ അടുക്കിലേക്ക് വരുമെന്നുള്ളത് നാം മറന്നു പോകരുത്. നാം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, സാത്താനായവൻ ആരെ ചതിക്കേണ്ടു, ആരെ വിഴുങ്ങേണ്ടു എന്ന് തക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ബലഹീനരായി തീർന്നാൽ നാം ആക്രമിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. പല പാപങ്ങളിലേക്കും വഴുതി വീഴുവാനായിട്ട് കാരണമായി തീർന്നത് വ്യക്തി ജീവിതങ്ങളിലെ പാപങ്ങളാണ് എന്നുള്ളത് നാം ഓർക്കണം. ദൈവസഭയിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാം. പാപം എല്ലാവരിലുമുണ്ട്. പാപം ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളുള്ള ശരീരത്തിലാണ് നാം വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി, കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പ്രിയമുള്ളവരെ, ഈ ജഡശരീരത്തിൽ നാം വസിക്കുമ്പോൾ, ഈ ലോകം പാപമയമായ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, നാം നേരായ പാതയിലും വിശുദ്ധിയോടുകൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് തിരുവചനം മനസ്സിലാക്കണം. ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിലുള്ള ആശ്രയം നമുക്കുണ്ടായിരിക്കണം. എങ്ങനെയും ജീവിക്കുവാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് നാം വിശേഷാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നാം കുറിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ആ ഫെലിസ്ത്യൻ 40 ദിവസമാണ് മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം വന്നത്. ഈ 40 എന്നുള്ളത് നമുക്കറിയാം, ദൈവവചനത്തില് സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ട്. പല സംഖ്യകൾക്കും പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 40 എന്നുള്ളത് ദൈവികമായ പ്രവൃത്തികളുടെ ഒരു സംഖ്യയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് പൊതുവെ നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മെ പരിശോധിക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ ഒരുക്കുന്ന, നാം ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്ന, പിന്നീട് നമുക്കായിട്ട് വരുന്ന വലിയ നന്മകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് 40 എന്നതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 40 എന്നുള്ളത് ഒരു പരീക്ഷയുടെ കാലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം അവിടെ വായിക്കുന്നു. അത് നോഹയുടെ കാലത്തെ പ്രളയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്.
40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. എന്തിനായിരുന്നു? ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു അത്. കാരണം എന്താണ്? മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി. അവർ വഷളത്വത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൽ ദൈവം അനുദപിക്കാൻ തുടങ്ങി. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിക്കുകയാണ്. ഇനി അവരെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ മുന്നിലും ദൈവത്തിന്റെ കരുണയെ നമുക്ക് കാണാൻ കഴിയും. ആ നോഹയോട് ആ പെട്ടകമുണ്ടാക്കുവാനും പട്ടകത്തിൽ ആളുകളെ കയറുവാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി പാപത്തിന്റെ അടിത്തട്ടിലായി പാപം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന എല്ലാവരും എന്താണ് സംഭവിച്ചത്? അവർ ആ ദൈവം ഒരുക്കിയ ജലപ്രളയത്തിൽ അവർ മരണമടഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ശുദ്ധീകരണത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷയുടെ കാലം അവിടെ വരുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇസ്രായേലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം അവിടെ നാം വായിക്കുന്നത്, നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യഭംഗം വഹിക്കുമെന്ന് 14-ന്റെ-33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതിന്റെ 34-ാം വാക്യം കൂടെ വായിക്കാം. 14-ന്റെ-33-ാം വാക്യം അവിടെ വായിക്കുന്നത്, ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. പ്രിയമുള്ളവരെ, ഒരു ശുദ്ധീകരണത്തിന്റെ കാലമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ചെയ്യുമ്പോഴും ഒരു 40ന്റെ കണക്കാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ 40ന്റെ പ്രാധാന്യത്തെ നാം ചിന്തിക്കണം. ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻപാകെ 40 ഒരു പ്രധാന സംഖ്യയായിരുന്നു. 40 ദിവസം അവർ ബലിഷ്ഠമല്ലനായിരുന്ന ഗോല്യാത്തിന്റെ വെല്ലുവിളികൾ അവർ നേരിട്ടുവെങ്കിലും 41-ാം ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി ദാവീദിലൂടെ കണ്ട് അവർ വിജയം കൈവരിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിയർ അവരുടെ അവിടെ നാം വായിച്ചത് പ്രകാരമാണ്, ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം അവർ മരുഭൂമിയിൽ സഞ്ചരിച്ച് കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ കടന്നുപോയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പരീക്ഷയുടെ കാലം, ദൈവം അനുവദിക്കുന്ന പരീക്ഷ നാം അനുഭവിച്ചേ മതിയാകും. പുതിയ നിയമങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാതെന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവനായി കൊടുക്കാനിരിക്കുന്ന ജീവന്റെ കിരീടം അവൻ പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതം ഈ 40കളിലൂടെ പോവുകയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു 41 കടന്നു വരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, വാസ്തവ ദേശത്തേക്കുള്ള ഒരു പരിശീലനം നൽകിയായിരുന്നു ദൈവജനം ഇസ്രായേലിയർക്ക്. അവർ മരുഭൂമിയിൽ 40 ദിവസം ആ ഒറ്റുനോക്കിയതിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം അവർ ആ കഷ്ടത അനുഭവിച്ച് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അറിഞ്ഞ ഇസ്രായേലിയർ അവരെ കടന്നു കൊണ്ടുചെന്നെത്തിച്ച് എവിടെയാണ്? അവർ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം, ഇത് ദൈവസന്നിധിയിൽ നമ്മെ ഒരുക്കുന്നതിന് അല്ലെങ്കിൽ ദൈവസന്നിധിയിലുള്ള ഒരുക്കത്തിന്റെ കാലമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി, മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. എന്തിനായിരുന്നു? ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ്, ന്യായപ്രമാണം ലഭിക്കുന്നതിന് വേണ്ടി മോശ സീനായി പർവ്വതത്തില് 40 രാവും 40 പകലും പർവ്വതത്തിൽ അവൻ ചെലവഴിച്ചു. നാം വിചാരിക്കുകയാണ് 40 ദിവസവും 40 പകലും 40 രാവും 40 പകലും അവൻ അവിടെ ഉപവസിച്ചു എന്ന് ഞാൻ വിചാരിക്കുക.
ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി അവൻ 40 ദിവസം അവിടെ ചെലവഴിച്ചു. 41-ാം ദിവസം അവൻ ന്യായപ്രമാണത്തിന്റെ പലകകളുമായിട്ടാണ് അവൻ കടന്നു വരുന്നത്. അതുപോലെ ഏലിയാവിനെ കുറിച്ച് ഏലിയാവിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. 40ന്റെ ഒരു കണക്ക് അവിടെ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-8 വാക്യം. അതും ഒരുക്കത്തിന്റെ ഒരു കാലമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം വായിക്കുന്നത്, അവൻ വളരെ നിരാശാഭരിതനായിട്ട് അവൻ ചെടിയുടെ തണലിൽ ഇപ്പോൾ മതി കർത്താവ്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്ന സമയം ദൈവം അവനെ സന്ദർശിക്കുകയാണ്. എന്താണ് പറയുന്നത്? 1 രാജാക്കൻ 19-8 വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. പ്രിയമുള്ളവരെ, ദൈവത്താൽ ഒരുക്കപ്പെടുന്നതിന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്ന ആ മോശയ്ക്ക് അവിടെ അവന് ആഹാരം കൊടുത്ത് അവനെ ബലപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ വലിയ തീരുമാനങ്ങളിലേക്ക് അവനെ കൊണ്ടു ചെന്നെത്തിക്കുവാനായിട്ട് അവന് ഈ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവന് ആഹാരം കൊടുത്ത് അവനെ സംരക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുക്കത്തിന്റെ കാലമായിരിക്കാം. ഈ 40 ഒരുപക്ഷെ ആത്മീകമായിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയായിരിക്കാം. ചില ആത്മീക നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടിയായിരിക്കാം. നമ്മെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം. നമുക്കറിയാം, മോശെ ഒരിക്കൽ എന്തിനാണ് ആ ന്യായപ്രമാണവുമായി ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടിയിട്ട് അവന് സീനായി പർവ്വതത്തിൽ 40 രാവും 40 പകലും അവൻ അവിടെ ചെലവഴിച്ചെങ്കിൽ ഇവിടെ ഇതാ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുന്നോട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ഏലിയാവിനെ ആഹാരം കൊടുത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബില് നടക്കുവാൻ അവനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെല്ലുവിളികളുടെ സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ എന്നല്ല, നമ്മെ കൂടുതൽ ഒരുക്കുവാനായിട്ടാണ്, ആത്മീകമായിട്ട് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്നുള്ളതായിട്ടുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഇത് ഒരുപക്ഷെ ഈ 40 കടന്നു വരുന്നത് മാനസാന്തരത്തിനുള്ള അവസരമായിരിക്കും. യോനായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അവിടെ വായിക്കുന്നത്, യോന നഗരത്തിൽ കടന്നു ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പറഞ്ഞു. നമുക്കറിയാം, അത് നമുക്ക് വളരെ പരിചയമുള്ളതാണ്. യോനയോട് ആദ്യം പറഞ്ഞതാ എങ്ങോട്ട് പോകണം, നിനവയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോയില്ല. കാരണം നിനവേക്കാർ എന്താണെന്ന് യോന നേരിൽ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം. ആ നിനവേക്കാര് ദൈവത്തിന്റെ ജനത്തെ അവര് ജീവനോട് തോലുരിച്ചിട്ടുള്ളവരാണ്. യോനയ്ക്ക് ഇത് കേട്ടപ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ട് പോകാൻ അവന് മനസ്സ് വന്നില്ല. അവൻ ഈ കിഴക്കോട്ട് പോകണമെങ്കിൽ അവൻ പടിഞ്ഞാട്ട് പോയി ദിശ അവൻ ചേഞ്ച് ചെയ്ത് അവൻ പോവുകയാണ്. നിനവേക്ക് പോകുന്നതിന് പോയി തർശീസിലേക്ക് അവൻ കൂലി കൊടുത്ത് കപ്പൽ കയറി എന്നാണ് വായിക്കുന്നത്. നിനവേക്ക് പോകണമെങ്കിൽ അവന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ദൈവം ഒരുക്കി കൊടുക്കുമായിരിക്കാം. എന്നാൽ തർശീസിലേക്ക് പോയപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കപ്പൽ കയറി. എന്നാൽ അവരെ വീണ്ടും അവിടെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ നിനവേയിൽ അവിടെ പ്രകടമാകേണ്ടത് ആവശ്യമാണ്. ഒരു മാനസാന്തരത്തിന് അവസരം കൊടുക്കുകയാണ്. എന്താണ് യോന അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ആ നിലയിൽ ക്രമീകരിക്കപ്പെട്ടപ്പോൾ യോന അവിടെ ചെന്ന് ആദ്യം പ്രവേശിച്ച് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ പട്ടണം ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിനവേക്കാർക്ക് അവർക്ക് വ്യതിയാനം വന്നു. അവർ മാനസാന്തരപ്പെട്ടു. അവർ രട്ടെടുത്തു. അവര് വസ്ത്രങ്ങളെ കീറി അവർ മാനസാന്തരപ്പെട്ടു. അവരുടെ കുറവുകളെ അവർ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞാൽ ഉന്മൂലനാശം അവരിൽ നിന്ന് മാറ്റിക്കൊടുത്തു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനായിട്ടുള്ള ചില 40 ഇടവേള നമുക്ക് തന്നിരിക്കാം.
നാം അത് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാൽ ഞാൻ ചിന്തിക്കണം, കർത്താവേ എന്റെ ജീവിതത്തിലെ കുറവുകളെ എന്നെ കാണിച്ചു തരണം എന്ന് നാം വ്യക്തിഗതമായി പ്രാർത്ഥിക്കണം. അല്ലാതെ മറ്റുള്ളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന്റെ കാര്യത്തിനല്ല അത് ദൈവം നമുക്ക് തരുന്നത്. നാം നമ്മിലേക്കൊന്ന് വിരൽ ചൂണ്ടുക. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ കർത്താവേ, നീ അതെന്നെ കാണിച്ചു തരണം. പലപ്പോഴും പല കാര്യങ്ങളും നാം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് തക്കതായിട്ടുള്ള ശിക്ഷയും നമുക്ക് കിട്ടും. പക്ഷേ നാം ഓർക്കുക, എനിക്ക് മാനസാന്തരത്തിനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇത് തന്നിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നിരവധിക്കാർക്ക് 40 ദിവസം അവിടെ കൊടുക്കുകയാണ്. അവരെത്ര ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവര് ആ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് മാനസാന്തരമുണ്ടായി. നിരവധിക്കാരുടെ മനസ്സ് മാറി. അവർ മാനസാന്തരപ്പെട്ടു. ദൈവം അവരോട് കരുണ കാണിച്ചു. അവർക്ക് മുമ്പിലുണ്ടായിരുന്ന ശിക്ഷ ദൈവം മാറ്റിക്കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില 40കൾ, ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ചിലപ്പോൾ നമുക്ക് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള അവസരം ആയിരിക്കാം. അത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാനസാന്തരം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണല്ലോ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഗീതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. പ്രിയമുള്ളവരെ, മാനസാന്തരം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഞാനാണ്. എനിക്കറിയാൻ എന്റെ ജീവിതത്തിൽ കുറവുകൾ എന്താണ്. ഞാൻ മാനസാന്തരപ്പെട്ടേ മതിയാകൂ എന്നുള്ള സത്യം എനിക്കറിയാം. എങ്കിലും അതിന് മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടാണ്? കൂടെ ഈ സന്ദേശം കേട്ടിട്ടും അത് ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും ശരിയായിട്ടുള്ള വഴികളിലൂടെ കടന്നു വരുവാൻ എനിക്ക് കഴിയാതെ പോകുന്നത് കാരണം എന്നിലുള്ള പാപപ്രവൃത്തികളാണ്. ഇതുള്ളവരെ, മാനസാന്തരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ നാം അതറിയാതെ പോകരുത് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇതിലൂടെ മറ്റൊരു കാര്യം നാം ഓർക്കുവാനായിട്ട് കഴിയുന്നത്, ഈ 40കൾ കടന്നു വരുന്നത് വിശ്വാസവും ജയവും തമ്മിലുണ്ടായിട്ടത്. അതാണ് നാം വായിച്ചതായിട്ടുള്ള ഭാഗത്ത് കണ്ടത്. 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം. വിശ്വാസത്തെ പരിശോധന ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. വിശ്വാസം പരിശോധിക്കപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചുകൊണ്ടാണ്. യോബിന്റെ ജീവിതത്തില് പ്രശ്നങ്ങൾ അയച്ചില്ലേ? യോബിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ദൈവഭക്തൻ, നിഷ്കളങ്കൻ, അവനെ പോലെ ദോഷം വിട്ടകലുന്നവൻ വേറെ ആരുമില്ല. അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒടുവിൽ അവന്റെ ഭാര്യ വരെ അവനെ തെറ്റിച്ച് പറയത്തക്ക നിലയിലേക്ക് അവൻ കടന്നുപോയി. അപ്പോഴും അവൻ ദൈവത്തിലുള്ളവന്റെ ആശ്രയം വിട്ടില്ല. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ അനവധി നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും നമുക്കുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള മനോഭാവം, എന്തെല്ലാം വന്നാലും ഞാൻ എന്റെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഞാൻ ആയിരിക്കും, ഞാൻ അടിയുറച്ചായിരിക്കും എന്നുള്ളതായിട്ടുള്ള ആ തീരുമാനം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് അവർ ഭയം ധരിക്കുക. എന്നാൽ ദൈവം അവരോട് കരുണ കാണിച്ചു. ദാവീദിനെ നിശബ്ദമായിട്ട് അവിടെ ഒരുക്കുകയാണ്. ദാവീദ് ആ സമയത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സഹോദരന്മാർ അവനെ ആട്ടിയോട്ടിക്കുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നടന്നില്ല. വാർത്ത ശൗൽ അറിഞ്ഞു. അവനെ വിളിപ്പിച്ചു. അവനെ കണ്ടപ്പോ പറഞ്ഞു, മോനെ, നിനക്കൊന്നും പറ്റില്ല. അവൻ വീരനാണ്. അവൻ ബാല്യം മുതലേ യോദ്ധാവാണ്. നീ ബാലനാണ്. നിന്നെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അവന്റെ സംഭവ ചരിത്രം അവിടെ വിവരിക്കുകയാണ്. അവിടെ ഒരു അവസരം തുറക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുകയാണ്. 40 ദിവസം വളരെ ഭീതിയോട് കഴിഞ്ഞിരുന്ന ആ ഇസ്രായേലിന് 41-ാം ദിവസം വിജയത്തിന്റെ ദിവസമാക്കി തീർക്കുകയെന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭയം നീണ്ടു നിന്ന ഒരു കാലം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് പലപ്പോഴും ആളുകൾ പറയും, എന്തുകൊണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ? ഒന്നുമല്ല, ദൈവം കൊടുത്തതാ. ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ദൈവത്തെ അതിന്റെ സമയത്ത് അതിന് പരിഹാരം വരുത്തും. ആരെയും കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പരിശോധിക്കുവാനും നമുക്ക് വിശ്വാസത്തോടുകൂടെ, കൂടുതൽ വിശ്വാസത്തോടുകൂടെ
കൂടുതൽ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഇയ്യോബ് പറഞ്ഞല്ലോ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നോക്കുക, ഇയ്യോബിന്റെ വാക്കാ. നമ്മെ ശോധന ചെയ്യുന്നത് പല നിലകളിലൂടെ ആയിരിക്കാം. അത് ആ ശോധനകളിലൂടെ കടന്നു പോകുന്നവർക്കറിയാം. എന്നാൽ ആ ശോധനകൾ അനുഭവിക്കുമ്പോൾ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാറുണ്ടോ? ദൈവവചനം വായിക്കുന്നതിന് തടസ്സം വരാറുണ്ടോ? ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സം വരാറുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. നമ്മുടെ വിശ്വാസത്തെ നാം ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ 40 ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതൊരു പുതിയ ശുശ്രൂഷയുടെ ഒരുക്കമായിട്ടാണ്. അതിൽ നിദാനമായിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യമാണ് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അവിടെ വായിക്കുന്നത്, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. നോക്കുക, നാം ബലഹീനമായ സമയം എപ്പോഴാണെന്ന് ഇവൻ നോക്കിയിരിക്കുക നമ്മെ വീഴിക്കാനായിട്ടുള്ളത്. 40 ദിവസം ഉപവസിച്ചിട്ട് കഴിഞ്ഞിരിക്കുക. ഇനി എന്താണ്? അടുത്ത് ആഹാരം കഴിക്കണം. ആ സമയത്താണ് ഇവൻ പരീക്ഷകൻ വന്നിരിക്കുന്നത്. അവൻ പരീക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. 3 കാര്യങ്ങൾ നിരത്തി പറഞ്ഞു. അവിടെയൊക്കെ പരീക്ഷകൻ പരാജയപ്പെട്ടു, അവനെ വിട്ട് കടന്നുപോയി. പ്രിയമുള്ളവരെ, നാം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം. നാം ബലഹീനമായിരിക്കുമ്പോൾ നമ്മെ വീഴിക്കുവാനായിട്ട് ഉള്ള വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതെങ്ങനെയൊന്നല്ലാന്നേ, അതാ ശരി, ഇത് ശരിയല്ല എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ കർത്താവ് നമുക്ക് മാതൃകയാണ്. വചനം കൊണ്ട് നേരിടേണ്ട സമയത്ത് വചനം കൊണ്ട് നേരിട്ടു. അതുപോലെ തന്റെ ആ വാക്കുകൾ കൊണ്ട് പറയേണ്ടതായിട്ടുള്ള സമയത്ത് വാക്കുകൾ കൊണ്ട് നേരിട്ടു. എല്ലാം വചനപ്രകാരം കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ പരീക്ഷകൻ അവിടുന്ന് അകന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു പരസ്യ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവ് പ്രവേശിക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ഒരുക്കങ്ങളാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൻ ഈ കാര്യങ്ങളൊക്കെ വരും. നാം ഒരുക്കപ്പെടുവാനായിട്ട് ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പുതിയ ഒരു ചുവടുവയ്പ്പിന് നാം തീരുമാനമെടുക്കുമ്പോൾ നമ്മെ പിന്തിരിപ്പിക്കുന്ന അനേകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് എന്താണ്? പരീക്ഷകൾക്ക് ശേഷം വളരെ ശക്തിയോടെ പുറപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയും. പിതാവ് തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് കർത്താവ് നിർവഹിച്ചു. അവൻ കടന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്, അവൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ എന്നാണ് നമ്മുടെ കർത്താവ് തുടങ്ങി വെച്ചതാണ്. നാം ഇന്ന് ചെയ്യുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. നിങ്ങളവരെ ഒരു പുതിയ ശുശ്രൂഷയുടെ തുടക്കം നാം തുടങ്ങുമ്പോൾ നമ്മെ ഈ നിലയിലായിരിക്കും നമ്മെ ഒരുക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഒരു 40 ദിവസത്തിന്റെ കാര്യം നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് പുനരുത്ഥാനത്തിന് ശേഷം അവിടെ 40ന്റെ ഒരു കണക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് പറയുന്നത്? അവിടെ 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം അവരോട് കൂടെ കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതെന്തിനു വേണ്ടിയാണ്? അവൻ അനുഭവിച്ച കഷ്ടം തങ്ങളുടെ ശിഷ്യന്മാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി, ആ ദൃഷ്ടാന്തങ്ങളാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ജീവനുള്ള ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ആ സമയം 40 നാള് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനും കഴിയും. മാത്രമല്ല, അതിനുശേഷമാണ് സഭയുടെ ആരംഭം കുറിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയൊരു തുടക്കത്തിന് മുമ്പ് കർത്താവിന്റെ രക്തത്തിന്റെ സമ്പാദ്യത്തിന്റെ വിലയായിരിക്കുന്ന സഭ രൂപീകരണത്തിന് മുമ്പ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് അവൻ 40 നാൾ അവരോട് കൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ്
ഒരു 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 ഇടവേളയുടെ കാലം, ഒരു പരീക്ഷാകാലം, ഒരു കാത്തിരിപ്പിന്റെ കാലം, ഒരു ശുദ്ധീകരണത്തിന്റെ കാലം ദൈവം ഒരുപക്ഷെ നിയമിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നാം വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള അവസ്ഥകളിലൂടെയോ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ എവിടെയാണ് ക്രമീകരിക്കപ്പെടേണ്ടത്? ഞാൻ എന്താണ് തുടർന്നുള്ള ചുവടുവയ്പ്പിന് എന്നിൽ നിന്ന് എന്ത് ആവശ്യമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ചില പ്രായോഗിക സത്യങ്ങൾ കൂടെ ഓർപ്പിച്ച് അതിന് നിദാനമായുള്ള വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരളവിൽ മറ്റൊരളവിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, പ്രശ്നം ദൈവം അത് എന്താ പറയുന്നത്, നീണ്ടാൽ അത് നീണ്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. സങ്കീർത്തനങ്ങൾ 66:10 നാം വായിക്കുന്നുണ്ട്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അവിടെ ജനം കടന്നു പോകുന്നതായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള അവസ്ഥകളെ ആ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. അത് സത്യമാണ്. എന്നാൽ വെള്ളി ഊതിക്കഴിക്കും പോലെയാണ് നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളി ഊതിക്കഴിച്ച് അത് ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. എന്നെ കൂടുതൽ ശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് അത് കാരണമായി തീർന്നിരിക്കുന്നു എന്നുള്ള സത്യം നമ്മെ അതിൽ നിന്ന് ഓർപ്പിക്കുക. മറ്റൊരു കാര്യം പ്രായോഗികമായിട്ട് മനസ്സിലാക്കേണ്ടത്, വെല്ലുവിളികൾ വരുന്നുണ്ട്, കാത്തിരിക്കുക. ദൈവസന്നിധി താഴ്മയോടെ കാത്തിരിക്കുക. തക്ക സമയത്ത് ഉയർത്തേണ്ടതിനായിട്ട് അവന്റെ ബലമുള്ള കൈക്കീഴ് കാണിരിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 40:31 നാം വായിക്കുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഓടാനും നടക്കാനും ഒക്കെ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതമായിട്ടുള്ള രീതിയിൽ യഹോവയ്ക്കായിട്ട് കാത്തിരുന്നുണ്ട്. യഹോവയുടെ പ്രവൃത്തികൾക്കായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷകൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഒരു ദൗത്യ നിർവഹണം ഉണ്ടെങ്കിൽ അതിന് ഹാനി വരുത്തുന്നില്ല, അതിന് നശിപ്പിക്കില്ല. ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുദ്ദേശമാണ്? ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്, ആ നിയോഗത്തെ ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നില്ല. അത് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ദൈവം അത് നടത്തുമെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ആദ്യം ഓർത്തതാണ് ആ വാക്യം. യാക്കോബിന്റെ ലേഖനം 1-12 നാം വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അതുകൊണ്ട് പരീക്ഷകൾ ഒരിക്കലും നമ്മുടെ ദൗത്യത്തെ നശിപ്പിച്ചു കളയുന്നില്ല, ഇല്ലാതാക്കുന്നില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിരുമാലകൾ അയ്യോ എന്നെ തളർത്തി കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അത് നൽകിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നാം കൂടുതൽ വിശ്വാസത്തോടുകൂടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നാം ആദ്യം വായിച്ചു കേട്ടതായിട്ട് ഭാഗം. ഇസ്രായേൽ നിര വളരെ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ ദൈവം അവിടെ വിജയം അവർക്ക് കരസ്ഥമാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനും കഴിയും. അതുപോലെ നാം ഓർക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ കർത്താവ് സകലവും അത് തക്ക സമയത്ത് ഭംഗിയായിട്ട് നിവർത്തിക്കുന്നവനാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-11 നാം വായിക്കുന്നുണ്ട്, അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും പെട്ട കാര്യങ്ങളാണ്.
അപ്പോൾ അവിടെ വായിക്കുന്നത് അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ട് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവം ആദ്യോടൊന്നും എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് തുടർന്ന് വായിക്കുന്നത് എന്താണ്? എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ ആർക്ക് കഴിയുന്നില്ല? മനുഷ്യർക്ക് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മെ ഇതിൽ നിന്ന് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്നതായിട്ടുള്ള ഈ രാവിലെയും വൈകിട്ടേയും ഉള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, യെശയ്യാപ്രവാചകത്തിൽ വായിക്കുന്നുണ്ട്, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകൽ പ്രവർത്തിക്കുവാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് രാത്രി വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നാം ചെയ്യേണ്ടതായിട്ടുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അധികമായിട്ട് ചെയ്യുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തോടുകൂടെ ആത്മീക മല്ലന്മാരായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ഇസ്രായേൽ ജനം അവർ വളരെ ഭയത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു 40 ദിവസത്തിന്റെ ഇടവേളയുടെ സമയം. എന്നാൽ 41-ാം ദിവസം അവർക്ക് ദൈവം നിശബ്ദമായിട്ടൊരു വിജയത്തെ അവിടെ കൊണ്ടുചെന്നെത്തിച്ചു. ദാവീദിലൂടെ അവിടെ വിജയം അവർ കൈവരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നാം കർത്താവിലുള്ള വിശ്വാസത്തിൽ കർത്താവാണ് ഇത് തന്നതെങ്കിൽ കർത്താവ് തന്നെ ഇതിന് പരിഹാരവും വിടുതലും ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കൽ വളരെ ആവശ്യമാണ്. ആ ഫിലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ടും മുമ്പോട്ട് വന്നു നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും മുടങ്ങാതെ തന്നെ ഒരു കുറവ് വരാതെ പ്രശ്നങ്ങളും വെല്ലുവിളികളും വന്നേക്കാം. എന്നാൽ നാം താളടിയായി തീർന്നു പോകരുത്. നാം ദൈവമക്കളാണ്, നാം ഉന്നതന്റെ മക്കളാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവവുമില്ല. അവൻ സർവശക്തനാണ്. അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നവനാണ്. ഈ സത്യത്തെ തിരിച്ചറിയുവാൻ നാം കഴിയണം. പാപത്തിന്റെ ബന്ധനത്തിൽ നാം ആയിരുന്നുവെങ്കിൽ വലിയ വില കൊടുത്ത് ഏറ്റവും അതിദാരുണമായ നിലയിൽ കർത്താവ് തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി വലിയവ ചെയ്തവൻ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസവും ധൈര്യവും നമുക്കുണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ നേരം ഒരു സമയം അവർ ഭയപ്പെട്ടു. പക്ഷേ എന്നാൽ അവരുടെ ഭയത്തെ നീക്കി അവരുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുചെന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നമ്മെ വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കും എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില 40കളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ, ചില വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുക. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. സങ്കീർത്തനക്കാരൻ 57 പറയുകയാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഉറപ്പോടെ പറയുക, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവൻ ഉന്നതനായിരിക്കുന്ന ദൈവമാണ്, അവൻ അത് സകലവും നിർവഹിക്കുന്ന ദൈവമാണ്. ആ കർത്താവിലേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിപ്പാൻ, സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിപ്പാൻ, ധന്യകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.